ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ തവര. വളരെയധികം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ തവര ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ നിലനിർത്താനും അതുപോലെ സ്കിന്നിനുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും അകറ്റാനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ തവര വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയായ ഈ തോരൻ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും മിസ്സാകാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ തവര ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആദ്യമായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ പച്ചമുളകൊന്നും ആഡ് ചെയ്യില്ല. പച്ചമുളകൊന്നും ചേർക്കാതെയാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. ഇനി ഇത് നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇത് ചീര പോലെയല്ല, അല്പം വേവ് കൂടുതലാണ്. ഇതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഈ തവര ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ തവര തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഇനി ഇതേ അടുപ്പിലോട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരി ചേർത്ത് കൊടുക്കണം. ഒന്ന് വറുത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴുകിയെടുത്ത അരിയാണ്. ഈ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ചിടാം. നന്നായിട്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ. നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് തവരയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള തവര തോരൻ തയ്യാറായിട്ടുണ്ട്. വേറെ കറികളൊന്നും വേണ്ട. നമുക്കിത് ഈ തവര മാത്രം മതിയാവും ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ തവര നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കടകളിലൊക്കെ ഈ തവര ലഭ്യമാണ്. മുമ്പൊക്കെ നമ്മുടെ പറമ്പിൽ മാത്രം കണ്ടുവരുന്നതാണ് ഈ തവര. ഇപ്പോൾ കടകളിൽ ഇതിൻ്റെ വിത്തും അതുപോലെ ഈ തവരയും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കിട്ടുമെങ്കിൽ എല്ലാവരും വാങ്ങിച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.